ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മനുഷ്യനല്ലാതാക്കുന്ന 4 വൻ ശക്തികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നില്ലെങ്കിൽ നമ്മളല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോയെന്ന് വരും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു സ്ത്രീ പറഞ്ഞത്, അവരല്ലാതാക്കിയ ഒരു സംഭവം. ഒരിക്കൽ അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എന്തോ കാരണത്താൽ നേരത്തെ പോരേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം അവർ നേരിട്ട് കാണേണ്ടി വന്നു. ഈ സ്ത്രീ പറഞ്ഞത്, പിന്നെ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അല്ലാതായി മാറി. ചില സാഹചര്യങ്ങൾ, ചില സംഭവങ്ങൾ ഈ രീതിയിൽ നമ്മളല്ലാതാക്കി മാറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന, ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു സംഭവം അവിടെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റമാണ് അവരല്ലാതായി മാറി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നമുക്ക് ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയാം. ഒന്നാമത്തെ കാര്യം, നമ്മളാരും മറ്റൊരു മനുഷ്യൻ ആകാൻ പരിശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മളായിരുന്നാൽ മതി. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവത്തിന് അത് വളരെ ഇഷ്ടമാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ മുതൽ വായിക്കുമ്പോൾ 2-3 ഉപമകൾ അവിടെ കാണാൻ പറ്റും. 3-ാമത്തെ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. അവൻ്റേതായ കാരണത്താൽ ഒരുപാട് നഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കൊക്കെ വരുത്തി. പക്ഷെ പിന്നീട് അവൻ സുബോധമുണ്ടായി തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ വരുന്നത്, അവനെ ദൂരെ വെച്ച് തന്നെ പിതാവ് കണ്ടപ്പോൾ പിതാവ് തൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങി അവൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലുന്ന കാണാൻ പറ്റും. അവനായിരുന്ന അവസ്ഥയിൽ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന പിതാവിനെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളായിരിക്കുന്ന അവസ്ഥ അംഗീകരിച്ച് ദൈവത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിശുദ്ധീകരിച്ചുയർത്തും എന്നുള്ളത് ഈ ഒരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമുക്ക് ഒരു 3 തരം വ്യക്തിത്വം ഉണ്ടാകാം. ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. ഒന്ന്, നെഗറ്റീവ് പേഴ്സണാലിറ്റി. ഈ പേഴ്സണാലിറ്റിയാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും എന്നെ എന്തിനു കൊള്ളാം, എനിക്കെന്ത് കഴിവ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നെഗറ്റീവ് ചിന്തയിൽ ജീവിക്കുന്ന അവസ്ഥയുണ്ടാകാം. അതല്ല ശരിക്കും നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 43-ന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. നീ എൻ്റേതാണ്, നീ എനിക്ക് വിലപ്പെട്ടതാണ്, നീ എൻ്റെ സ്വന്തമാണ്, ഇങ്ങനെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുകയല്ല നാം ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഇതിൻ്റെ നേരെ വിപരീത, ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഊതി വീർപ്പിക്കപ്പെട്ട വ്യക്തിത്വം, ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്ന ആ ഒരവസ്ഥ. ഇന്ന് വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടാൻ, അവരുടെ പ്രശംസ കിട്ടാൻ ഇല്ലാത്തതുണ്ടെന്ന് ഭാവിക്കുന്ന എത്രയോ വ്യക്തികൾ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതിൻ്റെ ആവശ്യമില്ല, അത് നല്ലതല്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ആരും ഭാവിക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമത്തേതാണ് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇതാണ് നല്ലത്. അതായത് എനിക്ക് എൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്, നല്ല വശങ്ങളുണ്ട്, കഴിവുകളുണ്ട്, എൻ്റേതായിട്ടുള്ള ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. ഇത് രണ്ടും അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്കാണ് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളത് എന്ന് പറയാൻ പറ്റുക. അതാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്ന മനുഷ്യനാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ അംഗീകരിച്ച് തൻ്റെ കുറവുകളും കഴിവുകളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 119 103-ാമത്തെ വചനം, കാപട്യം കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ്. കാപട്യം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, മറ്റൊരു വ്യക്തിയാകാൻ നമ്മൾ നോക്കുന്നത് അപകടകരമാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല മറ്റൊരു വ്യക്തിയാകാൻ. ഏതാനും ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ യെശയ്യാ 14-ന്റെ 12 മുതൽ വായിക്കുമ്പോൾ
ലൂസിഫറിന് സംഭവിച്ചെന്താ? ലൂസിഫർ ദൈവമാകാൻ നോക്കി. അവസാനം സ്വർഗത്തിലായിരുന്നത് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഇതുപോലെ തന്നെ ദൈവമാകാൻ നോക്കിയ ആദ്യ മാതാപിതാക്കൾ, അവർക്ക് സർപ്പം വന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായം. നീ ദൈവത്തെ പോലെയാവും, ഈ ഒരു ഫലം കഴിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെയാവും. ദൈവമാകാനായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന അവസ്ഥ, പറുദീസായിലായിരുന്നവർ പെരുവഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടെ മറ്റൊരു വ്യക്തിയാകാനോ ദൈവമാകാനോ നമ്മൾ പരിശ്രമിക്കുന്നത് അത് അപകടകരമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന 4 വൻ ശക്തികളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാണ് മദ്യം. മദ്യം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും. ചില വചനഭാഗങ്ങൾ എടുത്താൽ മതി. സുഭാഷിതങ്ങൾ 23 മുതൽ 35 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മദ്യപൻ വിചിത്ര കാഴ്ചകൾ കാണും. മദ്യപാനി അവസാനം പറയും, അവരെന്നെ തല്ലി എനിക്ക് വേദന ഉണ്ടായില്ല. എനിക്ക് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി മാറുന്ന, അല്ലെങ്കിൽ നോർമൽ അവസ്ഥ നഷ്ടമാക്കുന്ന ഒരു കാര്യമാണ് മദ്യം എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേതാണ് അഹങ്കാരം. 2 മക്കബായർ 5:21 വായിച്ചാൽ, അഹങ്കാരോന്മത്തനായ അന്തിയോക്കസ്, അഹങ്കാരം കൊണ്ട് ഉന്മത്തനായവൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാം, കരയിലൂടെ നീന്താം. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അന്തിയോക്കസിനെ കാണാൻ പറ്റും. കാരണം എന്തായിരുന്നു? അവൻ്റെ അഹങ്കാരം. മൂന്നാമത്തേതാണ് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കും. മർക്കോസ് 5-ാം അധ്യായം വായിച്ചാൽ പിശാച് ബാധിതൻ്റെ ആ ഒരവസ്ഥ നമ്മളൊന്ന് ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ശക്തിയാണ് അശുദ്ധാത്മാവ് എന്നുള്ള കാര്യം. അവസാനത്തെ 4-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. 1 സാമുവേൽ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സാവൂളിനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയ ഒരു അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ആ ഒരു അഭിഷേക പ്രാർത്ഥനയിലൂടെ അവനൊരു പുതിയ ഹൃദയം ലഭിച്ചു, പ്രവചിക്കാൻ വരം ലഭിച്ചു, അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി എന്നുള്ളത് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം. തിന്മയുടെ സ്വാധീന വലയത്തിൽ കിടക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മോചനത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.